മാർക്കറ്റിൽ നിന്ന് നമ്മൾ ലൈറ്റുകൾ മേടിക്കുമ്പോൾ അതിലൊത്തിരി ടെക്നിക്കൽ ടേംസും അതിൻ്റെ പാക്കേജിങ്ങിൽ നമുക്ക് കാണാം. പ്രത്യേകിച്ച് CRI, ലൂമൻസ്, ലക്സ് ഇങ്ങനെയുള്ള ഒത്തിരി ടെക്നിക്കൽ ടേംസും നമുക്ക് അതിൻ്റെ പാക്കേജിങ്ങിൽ കാണാൻ പറ്റും. ഈ വീഡിയോയിൽ ഞാൻ CRI കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. CRI എന്നാൽ കളർ റെൻഡറിങ് ഇൻഡെക്സ്. ഒരു നാച്ചുറൽ ലൈറ്റ് സോഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് സോഴ്സ് അതിൻ്റെ ഒബ്ജക്റ്റുകളുടെ നിറങ്ങൾ എത്ര കൃത്യമായി റീപ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നതിൻ്റെ ഒരു മെഷർമെൻറ്റാണ് CRI. സാധാരണ CRI 0 മുതൽ 100 വരെയുള്ളൊരു മെഷറാണ് നമുക്ക് തരാറ്. CRIയുടെ വാല്യൂ കൂടുമ്പോൾ കളേഴ്സൊക്കെ വൈബ്രൻ്റ് ആയിട്ടിരിക്കുകയും അതുപോലെ CRIയുടെ വാല്യൂ കുറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ കളേഴ്സൊക്കെ ഡള്ളാവുകയും ഫെയ്ഡ് ആവുകയും ചെയ്യും. ഒരു ആപ്പിൾ പല CRIയിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നാണ് ഈ കാണുന്നത്. ഒരു ലൈറ്റ് സോഴ്സിൻ്റെ ലൈറ്റ് സ്പെക്ട്രമാണ് അതിൻ്റെ CRI നിർണ്ണയിക്കുന്നത്. ഹയർ CRIയിൽ സ്പ്രെഡ് ആയിട്ടുള്ള ലൈറ്റ് സ്പെക്ട്രവും ലോവർ CRIയിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള സ്പെക്ട്രം ആയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.